ഭാരത് അരി വിതരണം ചെയ്തു. BJP കളമശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭാരത് റൈസ് സൗത്ത് കളമശ്ശേരി ജംഗ്ഷനിൽ വിതരണം ചെയ്തു. കേരളത്തില് നമുക്കറിയാം, ഇന്ന് നമ്മുടെ സാമ്പത്തിക സ്ഥിതി, സാധാരണക്കാരുടെ സാമ്പത്തിക സ്ഥിതി ഏത് നിലയിലാണ് നിൽക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ആ സാഹചര്യത്തിൽ നരേന്ദ്രമോദി സർക്കാർ ജനങ്ങളിലേക്ക് തന്നെ നേരിട്ട് വില കുറച്ച് ഭക്ഷ്യസാധനങ്ങൾ എത്തിക്കുക എന്നുള്ളത് കൊണ്ടാണ് ഭാരത് അരി എന്നുള്ള നാമരത്തിൽ ഇന്ന് ഇവിടെ വിതരണം നടക്കുന്നത്. കാരണം 1 കിലോ 29 രൂപയ്ക്കാണ് അരി വിതരണം ചെയ്യുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ ഏറ്റവും വില കുറച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് റേഷൻ കടകളിലാണെങ്കിലും മാവേലി സ്റ്റോറുകളിലും ഇപ്പോഴത്തെ ധാന്യങ്ങൾ ലഭിക്കുന്ന ഏത് വിധത്തിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരാൻ വേണ്ടി സാധാരണക്കാരുടെ ഉപജീവനത്തിന് അന്നത്തെ ദിവസങ്ങൾക്കുള്ള ആഹാരത്തിന് വേണ്ടി പണിയെടുത്ത് ജീവിക്കാൻ, ആ ചെറിയ വരുമാനം കൊണ്ട് തന്നെ ജീവിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ജനങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലായിടത്തും, ഇപ്പോൾ കളമശ്ശേരി മണ്ഡലത്തിൽ തന്നെ പല സ്ഥലങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ നമ്മളിങ്ങനെ വിതരണം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നിപ്പോൾ കളമശ്ശേരിയിൽ വിതരണം നടത്തുന്നത്. ഈ അരിനെപ്പറ്റി ഭയങ്കര മോശാഭിപ്രായങ്ങൾ പല രാഷ്ട്രീയ പാർട്ടികളും ഉന്നയിക്കുന്നുണ്ടല്ലോ, അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അത് കേരളത്തിൻ്റെ ഒരു സ്വഭാവമാണല്ലോ. എന്ത് നല്ലത് ചെയ്താലും അതിനെ വിമർശിക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, ഈ അരി ഉപയോഗിച്ചവരോട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട പത്രമാധ്യമങ്ങൾ നേരിട്ട് പോയി ഇതിനെ ഒരു വിലയിരുത്തലുണ്ടായി. ആ സമയങ്ങളിലെല്ലാം ഉപയോഗിച്ചവരെല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഈ പറയുന്ന ഞാനും ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളതാണ്. എനിക്കൊരു മോശമായിട്ട് വന്നില്ല. അത് വെറും രാഷ്ട്രീയ ലാക്കോടുകൂടി തന്നെ പറയുന്നതാണ് മോശം. ഇലക്ഷൻ്റെ പ്രചരണം അനുസരിച്ചിട്ട് പറയുന്നതായിരിക്കും അല്ലേ? അല്ല, കേന്ദ്രം നടപ്പിലാക്കുന്ന പദ്ധതികളൊന്നും ഇലക്ഷൻ ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ NDA സർക്കാർ വരുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് അധികാരത്തിൽ ഏറുന്നതിന് മുമ്പ് പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഇലക്ഷൻ വേണ്ടിയിട്ട്, വോട്ടിന് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലല്ല നമ്മൾ ചെയ്യുന്നത്. കാരണം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറുമ്പോൾ ഞങ്ങളൊരു പ്രകടന പത്രിക പറഞ്ഞിരുന്നു, സാധാരണക്കാരെ സംരക്ഷിക്കും, സമൂഹത്തിലെ ഏറ്റവും താഴെ കിടക്കുന്നവനെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള വിവിധ പദ്ധതികൾ രൂപീകരിക്കുന്ന പറഞ്ഞു. ആ പദ്ധതികളെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കണം. അതായത് പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. ഈ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി, ഈ ജനങ്ങളുടെ ദാരിദ്ര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭാരത് റൈസ് എന്ന പേരിൽ കേന്ദ്ര സർക്കാർ ഈ അരി ഇറക്കിയിരിക്കുന്നത്. നമുക്കറിയാം, രാജ്യത്തിൻ്റെതായിട്ടുള്ള ഈ നാട്ടിൽ ഉള്ള വിലക്കയറ്റം, അരിക്കൊക്കെ 550 രൂപ മേളിൽ വരുന്ന ഈ വില സമയത്ത് സാധാരണക്കാരനെ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 29 രൂപ വിലയിട്ടുകൊണ്ട് 10 കിലോ അരി വീതം എല്ലാവർക്കും കൊടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് തൃക്കാക്കര, PP സുന്ദരൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി PT ഷാജി, മണ്ഡലം സെക്രട്ടറി വാസുദേവൻ, വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 95 കളമശ്ശേരി.